കനത്ത മഴയിൽ കൊച്ചി, തൃശൂർ നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂരിൽ ആശുപത്രിയിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. വെള്ളക്കെട്ടിന് കാരണം മേയറുടെ കെടുകാര്യസ്ഥതയാണെന്ന് ആരോപിച്ച് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. മഴയ്ക്കു മുൻപേ സ്വീകരിക്കേണ്ട നടപടികളിൽ വീഴ്ച പറ്റിയതാണ് തൃശൂർ നഗരത്തെ വെള്ളക്കെട്ടിലാഴ്ത്തിയത്. സംഭവത്തിൽ അടിയന്തര നടപടിയാണ് കളക്ടർ സ്വീകരിച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളം കെട്ടിനിൽക്കുന്ന ഉറപ്പുവരുത്താൻ കളക്ടർ നിർദ്ദേശിച്ചു. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ മാത്രം 3 കോടി രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത്. കാന വന്നിട്ട് അടഞ്ഞ സ്ഥിതിയിലാണ്. പക്ഷേ വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഒരുപാട് മുമ്പ് പരാതികൾ നടന്നിരുന്നു. കോർപ്പറേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് യാതൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. നഗരത്തിലെ നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഒറ്റ ദിവസം പെയ്ത മഴയിൽ ഇത്ര വലിയ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം മേയറാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഇതാണ്. കാരണം വെച്ചാൽ ഇവിടെ ചണ്ടി നിങ്ങൾക്ക് കാണുന്ന പോലെ ഇവിടെ നിറച്ച് ചണ്ടിയാണ്. ഇത് മാറ്റാനുള്ളൊരു ശ്രമം ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇതേവരെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല. കളക്ടറുടെ ചേംബറിൽ നടന്ന അടിയന്തര യോഗത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനമായി. കൊച്ചിയിൽ മണിക്കൂറുകൾ മഴ നീണ്ടതോടെ പലയിടത്തും വെള്ളക്കെട്ടാണ്. എറണാകുളം KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ ഇടപ്പള്ളി, കുണ്ടന്നൂർ, കടവന്ത്ര, ഫോർട്ട് കൊച്ചി, MG റോഡ്, കാക്കനാട്, ഇൻഫോ പാർക്ക് പരിസരം എന്നിവിടങ്ങളിലും വെള്ളം കയറി. നമ്മൾ ബഹളം വെക്കുമ്പോൾ കളക്ടർ വരും, കളക്ടർ നോക്കും, പോകും. അപ്പോൾ പറയും പെട്ടെന്ന് നടക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഒന്നും പെട്ടെന്ന് നടക്കാറില്ല. മുല്ലശ്ശേരി കനാൽ നവീകരണം നീണ്ടുപോകുന്നതാണ് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് ആരോപണം. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്തതിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കാരക്കോണം തോട് ശുചീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.